എന്തിനാണ് നമ്മൾ സിദ്ദീഖുൽ അക്ബറിനെ ഓർക്കുന്നത്? എന്താണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം എന്താണ് നമ്മൾ നല്ല രൂപത്തിൽ വിലയിരുത്തണം. മഹാനരായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും അമ്പിയാക്കൾ ഒഴിച്ച് ലോകത്ത് മറ്റുള്ള എല്ലാവരുടെയും ഈമാൻ വേറെ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാനുള്ള തട്ടാണ് കനം കൊണ്ട് തൂങ്ങുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്താണ് സിദ്ദീഖിന്റെ ഈമാനിന് ഇത്രമേൽ ക്വാളിറ്റി ഉള്ളത്? അത് കൂടുതൽ കാലം ജീവിച്ചതാണോ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തതാണോ? അല്ല. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് കാലം ജീവിച്ചത് സിദ്ദീഖാന്ന് പറയാൻ പറ്റുമോ? സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് സുന്നത്ത് റക്അത്ത് അധികരിപ്പിച്ചതും സിദ്ദീഖാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല. ഇവിടെയാണ് ആദ്യം ഉൾക്കൊള്ളേണ്ട പാഠം. ആദ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇവിടെയാണ്. ഒരുപാട് കാലം ജീവിച്ചതല്ല. ഒരുപാട് കാലം ജീവിച്ചതാണെങ്കിൽ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ കൂടുതൽ ആയുസ് സിദ്ദീഖിനാണ് ചരിത്രം കൊണ്ട് തെളിയിക്കണം. അത് 63 വർഷം ജീവിച്ചു. ഹബീബ നബിയുടെ അതേ പ്രായമാണ്. ജന്നത്തുൽ ബഖയിൽ പോയ വലിയൊരു അത്ഭുതമാണ്. ഒറ്റക്കെട്ടിൽ 363. ഒന്ന്, ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ തുമീ फर्श से अर्श तक जाने वाले तुम्ही निअमते रब से दिलवाने वाले मदीने का ज़ाहिर ज़ुरातो संभलना सवारी से अपनी तो जिस धम निकलना, जिस धम निकलना सर का मौका है जाने वाले. റജബ് മാസമായതുകൊണ്ട് ഞാൻ അറിയാതെ പാടിപ്പോയതാണ്. വിശുദ്ധമായ മെഹറാജിന്റെ പവിത്രമായ അത്ഭുതകരമായ സംഭവങ്ങൾ ആവിഷ്കരിക്കുന്ന ഹൃദയസ്പൃക്കായിട്ടുള്ള വരികളാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കെട്ടിലാണ്. സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് പറയുന്നതും മുഹമ്മദ് നബി ഓർക്കാനാണ് കേട്ടോ. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാഹ് ഈ സദസ്സ് മുസ്തഫ നബിയുടെ മഹബത്തിൽ ലയിക്കുന്ന ഒരു സദസ്സായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ നബിയിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. മദീനയിൽ പോയ വലിയൊരു അത്ഭുതമാണ്. ഒറ്റ കെട്ടിന്റെ ഉള്ളിൽ 363. ഒന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് അബൂബക്കറിനെ സിദ്ദീഖ്. മൂന്നാമത്തത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അത്ഭുതമാണ്. ഒരിക്കൽ മുസ്തഫ നബി കൈ രണ്ടും ഇങ്ങനെ നീട്ടുകയാണ്. നീട്ടിയ സ്ഥലത്തേക്ക് അബൂബക്കറിനെ മാടി വിളിക്കുകയാണ്. അബൂബക്കർ ഓടി വരികയാണ്. അബൂബക്കറിനെ മുസ്തഫ നബി കെട്ടിപ്പിടിക്കുകയാണ്. ഇത് നോക്കി നിൽക്കുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിനെയും മുസ്തഫ നബി വിളിക്കുകയാണ്. ഉമറും മര്യാദയോടെ അരികിലേക്ക് വരികയാണ്. വലത്തെ കൈയിന്റെ മറ്റേ അറ്റം കൊണ്ട് ഉമറിനെയും തന്റെ ശരീരത്തിലേക്ക് കൂട്ടിപ്പിടിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉള്ളത് ഉസ്മാന, പിന്നെയുള്ളത് അലിയാണ്. ഇടത്തെ കൈ നീട്ടിപ്പിടിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈയിലേക്ക് മാടി വിളിക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നമ്മൾ
ചർച്ചയിലേക്ക് കടക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ പിടിച്ചു, അലിയാർ ഇങ്ങനെ പിടിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, നമ്മൾ 5 പേരും സ്വർഗത്തിലേക്ക് ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. ആ 5 ആളെ കൂട്ടത്തിൽ കുറെ ആളുകൾ ഒപ്പം സ്വർഗത്തേക്ക് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. അതിന് അള്ളാഹു ഈ ചർച്ച ഒരു കാരണമായി നമ്മിലൊന്ന് കബൂലാക്കട്ടെ. ആ 5 ആളുകൾ ഇങ്ങനെ പോകുമ്പോ ലക്ഷങ്ങൾ പിന്നിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. അബൂബക്കറിനെ ഉറക്കൊഴിച്ചവർ, ഉമർ ഇബ്നുൽ ഖത്താബിന് വേണ്ടി ആവേശം കൊണ്ടവർ, മുസ്തഫ നബിക്ക് വേണ്ടി മാല ഒട്ടിച്ചവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് വേണ്ടി ഉറക്കൊഴിച്ചവർ, അലി ഇബ്നു അബീ താലിബിന് വേണ്ടി വേർതൊലിച്ചവര്, ഇൻഷാ അല്ലാഹ് മുഹിബ്ബീങ്ങളൊക്കെയും പിന്നാലെ സ്വർഗ്ഗത്തിൽ പോകും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അതിന് ഈ ചർച്ചയും ഈ അധ്വാനം ഈ യാത്രയും അല്ലാഹു കാരണമായി അംഗീകരിക്കട്ടെ. പക്ഷേ റസൂലുള്ളാഹി അവിടെ വേറൊരു കാര്യം ചെയ്തു. സിദ്ദീഖിനെ അമർത്തി പിടിച്ചു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, ആ പഴയത് മറക്കരുത്, ആ പഴയത് മറക്കരുത് ഉമറേ. ഏതാണ് പഴയത്? വീട്ടിൽ നിന്ന് വാളൂരിയിട്ട് തലയെടുക്കാൻ വേണ്ടി വന്നത്. അതൊരു തമാശ. വീട്ടിൽ നിന്ന് വാളൂരി ഈ തലയെടുക്കാൻ വേണ്ടി വന്നത് മറക്കരുത് ഉമറേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമറിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഉമർ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാണ്. കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് വിരൽ കൊടികളെ കൊണ്ട് തുടച്ചു മാറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്തഫ നബിയുടെ മുഖത്തേക്ക് ആ പഴയ ഓർമ്മയുടെ ദുഃഖം കൊണ്ട് തളം കെട്ടിയ സങ്കടഭരിതമായ നോട്ടമങ്ങ് നോക്കിയപ്പോൾ ഉമറിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ വെറുതെ ഓർമ്മപ്പെടുത്തിയതാണ് ഉമറേ. ഉദുനു മിന്നീ യാ ഉമർ അന മിൻക യാ ഉമർ വഅൻത മിന്നീ യാ ഉമർ. ഞാനത് വെറുതെ ഓർമ്മപ്പെടുത്തിയതാണ് ഉമറേ. ഇങ്ങ് അടുത്തേക്ക് നിന്നു ഉമറേ. നീ എന്നിൽ നിന്നാണ് ഉമറേ, ഞാൻ എന്നിൽ നിന്നാണ് ഉമറേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഉമറേ, ഞാനും ഈ ഒന്നല്ലേ ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഈ ഉമർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചിലെ ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചിലെ ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചിൽ മുളച്ചൊരു രോമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് ആ വാക്ക്? ഇതിലപ്പുറം സിദ്ദീഖിന്റെ മഹത്വത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിന് എന്താ ലോകത്ത് പറയാനുള്ളത്? ഞാൻ സിദ്ദീഖിന്റെ നെഞ്ചിൽ മുളച്ച ഒരു രോമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കല് സിദ്ദീഖുൽ അക്ബറും ഉമറും കൂടി ഒരു ചെറിയ തമാശ ഉണ്ടായി. ഒരു തമാശയിലുള്ള സൗന്ദര്യപ്പണക്കുണ്ടായി. അതുണ്ടാവുമല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും തമാശയിലുള്ള സൗന്ദര്യപ്പണക്കും ഒക്കെ സ്വാഭാവികമാണ്. സിദ്ദീഖും ഉമറും തമ്മിൽ തമാശയിൽ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കുണ്ടായി. അത് അബൂബക്കറിനെ സിദ്ദീഖ് അപ്പോഴത്തേന് ഉമർ ഖത്താബിനോട് പൊരുത്തപ്പെടിച്ചു. പക്ഷെ ഉമർ ഖത്താബ് കുറച്ചൊരു ഉമർ ഖത്താബ് പറഞ്ഞു, ഇപ്പൊ പൊരുത്തപ്പെട്ടില്ല. എങ്ങനെ? അത് സിദ്ദീഖിനെ വെറുതെ ഒന്ന് സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഇപ്പൊ പൊരുത്തപ്പെട്ടില്ല. സിദ്ദീഖ് നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. സിദ്ദീഖിന്റെ എല്ലാ പരാതികളും കെട്ടഴിക്കാനുള്ള കൊലായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോവുകയാണ്. നടന്ന് നീങ്ങുമ്പോൾ സിദ്ദീഖിന്റെ കണ്ണ് നിറയുന്നത് മുസ്തഫ നബി കാണുകയാണ്. മുസ്തഫ നബി സിദ്ദീഖിനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് കാര്യമന്വേഷിക്കുകയാണ്. അപ്പം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും ഉമറും തമ്മിൽ ഒരു വർത്തമാനമുണ്ടായി നബിയേ. ഞാൻ ഉടനെ തന്നെ ഉമറിനോട് അത് മാപ്പ് ചോദിച്ചു. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാന്റെ റസൂൽ ചോദിച്ചു എന്ന്. റസൂലിന്റെ മുഖം ചുവക്കുകയാണ്. റസൂലുള്ളാന്റെ കണ്ണിൽ നിന്ന് കോപത്തിന്റെ അഗ്നിനാളം പുറത്തേക്ക് പ്രവഹിക്കും പോലെ റസൂലുള്ള അതിശക്തമായ ദേഷ്യത്തിൽ അള്ളാന്റെ റസൂൽ അബൂബക്കറിനോട് പറയുകയാണ്, അബൂബക്കറേ, ഉമറത് പുറത്തില്ലെങ്കിലും അല്ല പുറത്തിരിക്കുന്നു. അബൂബക്കറേ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരാൾക്ക് ഒരു മാർക്ക് കിട്ടുള്ളൂ. അത് ഉമ്മർ എന്തിലേക്കോട്ടെ, അല്ല പൊരുത്തപ്പെടുത്തിക്കണം അബൂബക്കറേ മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബിന് ഇത് വേണ്ടിണ്ടായിരുന്നില്ല എന്ന് അപ്പൊ തന്നെ തോന്നിക്കുന്നു. ഇത് വെറുതെ തമാശക്ക് പൊരുത്തപ്പെട്ടില്ല എന്ന് പറഞ്ഞതാണ്. അത് അപ്പൊ തന്നെ തോന്നിയിട്ടുണ്ട്, പഠിച്ചവനെ അത് അബദ്ധായോ എന്ന്. എന്നിട്ട് ഉമർ എന്തായിരിക്കുന്നത്, സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ പോയിക്കുന്നത്, തെരഞ്ഞു പോയതാ. പോയപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടുകാർ പറഞ്ഞു ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉമർ സംശയമില്ല, ഒന്നുകിൽ വീട്ടില് അല്ലെങ്കിൽ മുസ്തഫ നബിയുടെ അരികിൽ. പേടിയാല് ഉമർ ഇബ്നുൽ ഖത്താബ് ഇലാ ഹളറത്ത് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടക്കുമ്പോ സിദ്ദീഖ് കണ്ണിങ്ങനെ ഒരതിയിട്ട് ഒലിക്കുന്ന വെള്ളം തുടച്ച് ഇങ്ങനെ ഏങ്ങലടിക്കുന്നതാണ് കാണുന്നത്. ഉമറിനെ കണ്ടപാടെ മുസ്തഫ നബി പറയുകയാണ്, ഉമറേ, ഉമറേ, നീ എന്ത് കരുതി ഉമറേ? ഈ സിദ്ദീഖ് ആരാന്നാ നീ കരുതിയത് ഉമറേ? നിങ്ങളെല്ലാവരും എന്റെ തലയെടുക്കാനും ഞാൻ പറഞ്ഞത് കളവാണെന്നും പറഞ്ഞ് മക്കയിലുടനീളം എനിക്കെതിരെ വിപ്ലവാത്മകമായ സ്വഭാവവുമായി നടക്കുമ്പോ അന്ന് എന്റെ വലങ്കയായി കൂടെ ഉണ്ടായിരുന്നത് ഈ അബൂബക്കറാണ് ഉമറേ. അതുകൊണ്ട് അബൂബക്കറിനെ ദേഷ്യം പിടിപ്പിക്കുന്നവര് എന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത് ഉമറേ. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നവര് അല്ലാഹുവിനെയാ ദേഷ്യം പിടിപ്പിക്കുന്നത് ഉമറേ. അതുകൊണ്ട് നീ എന്ത് കരുതി ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ. നീ എന്താ കരുതിയത് അബൂബക്കറിനെ കുറിച്ച്? ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, പിന്നെ മരിക്കുന്നവരെ ഞങ്ങൾ ആരും സിദ്ദീഖിനെ ഒരു നിലയിലും വിഷമിപ്പിച്ചിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് മരിക്കുന്നത് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആരും സിദ്ദീഖിനെ പിന്നെ വിഷമിപ്പിച്ചിട്ടില്ല. കാരണം സിദ്ദീഖ് മുസ്തഫ നബിയുടെ കൽബിൽ അങ്ങനെയാ, മുസ്തഫ നബി സിദ്ദീഖിന്റെ കൽബിലും അങ്ങനെയാ. ഇത് രണ്ടും പടച്ച തമ്പുരാനെ അത്ഭുതമാണ്. ഇത് രണ്ടും അത്ഭുതമാണ്. സുബ്ഹാന മൻ ജല്ല, സുബ്ഹാന മൻ ജല്ല. ഓപ്പറേറ്റർക്ക് പറ്റുമെങ്കിൽ ഒന്നും കൂടി സൗണ്ട് കൂട്ടിയിട്ടാ. ഇത് രണ്ടും വളരെ അത്ഭുതകരമാണ്. അതുകൊണ്ടല്ലോ നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതും 12 അക്ഷരങ്ങളാണ്. അബൂബക്കറിനെ സിദ്ദീഖ് എന്നതും 12 അക്ഷരങ്ങളാണ്. ഇതൊക്കെ 12. ഒരു മനുഷ്യൻ 24 മണിക്കൂറിനിടയിൽ 17 തവണ ദ്വാരക്കണം. എന്തിന്? ഇഹ്ദിനി ചേർക്കണേ ഞാൻ ഞങ്ങളെ അസ്റാത്തുൽ മുസ്തഖീം, മുഹമ്മദ് നബിയിലേക്കും അബൂബക്കർ സിദ്ദീഖിലേക്കും. അതിനങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് ചേർക്കാൻ 24 മണിക്കൂറിനിടയിൽ 17 തവണയാണ് മുസ്ലിം ദ്വാരക്കുന്നത്. അപ്പൊ ആരാണ് അബൂബക്കറിന് സിദ്ദീഖ്?